മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതിൽ ജില്ലാ കളക്ടറും മത്സ്യത്തൊഴിലാളികളും തമ്മിലുള്ള ചർച്ച ഇന്ന്. അഴിമുഖം അടച്ചിട്ട് മുതലപ്പുഴയ്ക്ക് സമീപത്തെ അഴിമുഖങ്ങൾ മത്സ്യബന്ധനത്തിനായി തിരഞ്ഞെടുക്കണം എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരസമിതിയെ അറിയിച്ചു. അതേസമയം അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മറ്റ് സമരമാർഗങ്ങളിലേക്ക് കടക്കും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ മുതലപ്പുഴയിൽ മണൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം തുടരുകയാണല്ലോ. എന്തായാലും ഇപ്പോൾ നിലവിൽ എന്ത് പരിഹാര മാർഗങ്ങളാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നത്? അതുമായി സഹകരിച്ചു പോകാൻ മത്സ്യത്തൊഴിലാളികൾ തീരുമാനം എപ്പോഴായിരിക്കും അറിയിക്കുക? അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അവർ സമരമാർഗങ്ങളിലേക്ക് കടക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ടല്ലോ. എന്തായാലും ഇതിലൊരു പരിഹാരം എങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്? രോഹിണി, ഈ മുതലപ്പുഴയിലെ അഴിമുഖം മണൽ കയറി അടയുന്ന വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം ടി വിയാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് നമ്മൾ തന്നെയാണ്. പിന്നാലെയാണ് അത് വലിയ പ്രശ്നമായി മാറുന്നതും മത്സ്യത്തൊഴിലാളികൾ വളരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളുണ്ടായത്. സ്വാഭാവികമായിട്ടും തങ്ങളുടേതായിട്ടുള്ള ജീവനോപാധി അത് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവർ സമരത്തിലേക്ക് തിരിഞ്ഞതെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സമരത്തിൻ്റെ രീതിയൊക്കെ മാറുന്നത് കണ്ടിരുന്നു. കുറച്ചുകൂടി വൈകാരികമായ പ്രതിഷേധം അത് കുറച്ചുകൂടി ശക്തമായ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ മത്സ്യത്തൊഴിലാളികളുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴും ഈ അഴിമുഖം തുറക്കുന്ന കാര്യത്തിൽ ഉടനെ എങ്ങും ഒരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ, അതായത് അഴിമുഖത്തിൻ്റെ ഡ്രഡ്ജിംഗ് നടപടികൾ ഉടനെയൊന്നും പൂർത്തിയാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമടക്കം ഉടൻ പുഴി അടച്ചിടുന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പുഴി അടച്ചിടാതെ നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടെന്നുള്ളത്. 24 മണിക്കൂറും ഡ്രഡ്ജർ മെഷീൻ പ്രവർത്തിക്കാൻ കഴിയില്ല. ഡ്രഡ്ജിംഗ് മെഷീൻ എങ്ങനെയാണോ അത് കൃത്യമായൊരു ടൈം ഫ്രെയിം പാലിച്ചുകൊണ്ട് ഇപ്പോൾ 12 മണിക്കൂറെങ്കിൽ 12 മണിക്കൂർ അതിനുള്ളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഡ്രഡ്ജിംഗ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാത്രമേ കാര്യങ്ങൾ പോകുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. അങ്ങനെ 24 മണിക്കൂറും മെഷീൻ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് പറയുമ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ നിലവിൽ പറയുന്ന ആവശ്യങ്ങളൊന്നും അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ സമീപത്തുള്ള അഴിമുഖങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് അവർക്ക് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന മറ്റൊരു നിർദ്ദേശം എന്നുള്ളത്. അത് മത്സ്യത്തൊഴിലാളികൾ എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളത് വേറൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഒരു പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു പ്രദേശത്ത് പോയി അവിടെ നിന്നും വെള്ളമിറക്കി മത്സ്യബന്ധനം നടത്തുക എന്ന് പറയുന്നത് തന്നെ അത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് തർക്കമില്ലാത്തതാണ്. അപ്പോൾ അത്തരമൊരു നിർദ്ദേശം പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. മറ്റഴിമുഖങ്ങൾ മത്സ്യബന്ധനത്തിനായി തിരഞ്ഞെടുക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമരസമിതിയെ അറിയിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. എന്തായാലും ഇനി ചർച്ചയോടെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു തീരുമാനമാകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഡ്രഡ്ജിംഗ് നടക്കാനുള്ള നടപടികൾ പുനരാരംഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അധികൃതർ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. കേരള തീരത്ത് വലിയ തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനുമൊക്കെയുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിൽ വേണം ഈ ഡ്രഡ്ജിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ എന്നുള്ളത് മറ്റൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലേക്കുമൊക്കെ നടത്തിയ പ്രതിഷേധങ്ങൾ അതിനെ ശക്തമായി നേരിടാനുള്ളൊരു തീരുമാനത്തിലേക്കാണോ അധികൃതർ പോകുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നു. എന്തായാലും ഈ ചർച്ച കഴിയുന്ന സാഹചര്യത്തിൽ ഈ സാങ്കേതികമായ വിഷയങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരുപക്ഷേ ഈ ചർച്ചയിൽ മനസ്സിപ്പിരിക്കുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കാര്യങ്ങൾ പോകുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുതലപ്പുഴ അഴിമുഖം ഇതുവരെ കണ്ടൊരു സമരത്തിനെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ ആദ്യഘട്ടം മുതൽ ഈ ഡ്രഡ്ജിംഗ് നടപടികളിലെ വീഴ്ചകൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. ആദ്യഘട്ടത്തിൽ ഈ മണലടിയുന്ന സമയത്ത് തന്നെ ഇതിലൊരു നിരീക്ഷണം ഏർപ്പെടുത്തുകയും കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത്തരമൊരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അത് അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച വന്നിരിക്കുന്നു. ഒടുവിൽ ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സമരത്തിൻ്റെ ഒരു രൂപം മാറ്റി തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.